രാജകുമാരി ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ജന്മദേശമായ കല്ലമ്പലത്ത് അവരുടെ 12ാമത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. കല്ലമ്പലം വർക്കല റോഡിൽ ആരംഭിച്ച പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു. ദുബായ് രാജകുടുംബാംഗം ഷെയ്ഖ് അബ്ദുള്ള മുഹമ്മദ് ഖാലിദ് അഹമ്മദ് അൽ ഹാസ്മി മുഖ്യ അതിഥിയായിരുന്നു. Today I am excited to experience the love of Kerala and the Malayalis up close. I learned about the Rajkumari Group, a permanent business chain in Kerala, through our business friend Anas Nasruddin. I was impressed by their work and wanted to know more. The charitable activities of Rajkumari Group are remarkable. They offer free ambulance services, build homes for homeless people, and organize blood donation drives, and are about to open the new dialysis center, among many other good deeds. As we say in our religion, in our Islamic religion, ما نقص مال من صدقة, which means as much as you spend for goodwill, don't think that your money will reduce. The more you give, the more God will give you, inshallah, in one way or another. ഉദ്ഘാടനം പ്രമാണിച്ച് പവന് മാർക്കറ്റ് വിലയേക്കാൾ 999 രൂപ കുറവും പണിക്കൂലിയിൽ 1% മുതൽ തുടങ്ങിയ നിരവധി ഓഫറുകളുമാണ് രാജകുമാരി ഒരുക്കിയിട്ടുള്ളത്. രാജകുമാരിയുടെ ഈ ശാഖ ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം കേരളത്തിനൊരു മുൻകാലങ്ങളിൽ ചീത്തപ്പേരുണ്ട്. അത് കേരളത്തിൽ നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഒരു കച്ചവടം, ഒരു വ്യവസായം തുടങ്ങാൻ പറ്റിയ സ്ഥലമല്ലെന്നൊരു പ്രചരണമുണ്ടായിരുന്നു. പക്ഷെ ആ പ്രചരണത്തിന് മുന ഒടിച്ചുകൊണ്ടാണ് കല്ലമ്പലത്ത് നിന്ന് 9 ചെറുപ്പക്കാർ ആരംഭിച്ച ഈ ബിസിനസ് സാമ്രാജ്യം. അതിന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു വ്യാപാര ശൃംഖലയായി മാറിയിരിക്കുകയാണ്. ആ വിജയം എന്ന് പറയുന്നത് മലയാളിയുടെ അഭിമാനകരമായ വിജയമാണ്. നമ്മുടെ നാട്ടിൽ വ്യവസായം ചെയ്യാൻ കഴിയും, അത് വിജയിപ്പിക്കാൻ കഴിയും. വിശ്വസ്തതയും സത്യസന്ധതയും പുലർത്തിയാൽ നമ്മുടെ നാട്ടിൽ ഏത് വ്യവസായവും വളർന്നു കൊണ്ടുവരാൻ കഴിവും ആത്മാർത്ഥതയുമുള്ള ചെറുപ്പക്കാരുണ്ട്. ആ സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് ഈ രാജകുമാരി ഗ്രൂപ്പിൻ്റെ വിജയം. പ്രധാനമായി അത് പറയുന്ന ജനങ്ങളുടെ വിശ്വാസമാണ്. ഈ സ്ഥാപനം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്നൊരു സാധനം വാങ്ങാൻ പോകുന്ന ആളിന്, അത് സ്വർണ്ണമാകട്ടെ, TV ആകട്ടെ, ഫ്രിഡ്ജ് ആകട്ടെ, എന്തുമായിക്കോട്ടെ, തുണിത്തരങ്ങളായിക്കോട്ടെ, അത് വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തൃപ്തിയാണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച. അപ്പം മലയാളിയെ കൊണ്ട് കഴിയും കേരളത്തിൻ്റെ മണ്ണിൽ വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും വളരാനുള്ള കാലാവസ്ഥയുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ മുന്നോട്ട് വന്നത്. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ അവർ വലിയൊരു ബിസിനസ് സാമ്രാജ്യമായി, ഒരു വലിയ ചെയിനായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ മലയാളിക്ക് അഭിമാനിക്കാം. നിങ്ങൾ ഞാനും സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരാൾ നന്നാവുന്ന കാണുമ്പോഴാണ് സന്തോഷിക്കേണ്ടത്, അല്ല ഒരുത്തൻ നശിച്ച് കാണാൻ ആഗ്രഹിക്കുകയല്ല. ഒരാൾ നന്നാവുന്നത് കണ്ടാൽ അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്തയുടെയും സുതാര്യതയുടെയും പര്യായമായി മാറിയ രാജകുമാരി ഗ്രൂപ്പ് ഇന്ന് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായി മാറിക്കഴിഞ്ഞു. കേവലം ബിസിനസ് ലാഭങ്ങൾക്കും അപ്പുറത്തേക്കും ഇവർ നടത്തുന്ന സാമൂഹ്യ പ്രതിബദ്ധത ഏവർക്കും മാതൃകയാണ്. അശരണരുടെയും നിലാരംബരുടെയും കണ്ണീരൊപ്പുന്ന രാജകുമാരി ഗ്രൂപ്പ് ഇന്നത്തെ സന്തോഷവേളയിലും സാധാരണക്കാരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന സന്തോഷ കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രാജകുമാരി ഗ്രൂപ്പിൻ്റെ ജന്മസ്ഥലമായ കല്ലമ്പലത്ത് വീണ്ടും ഒരിക്കൽ കൂടി വെട്ടിത്തിളങ്ങുകയാണ്. രാജകുമാരി ഗ്രൂപ്പിൻ്റെ കല്ലമ്പലത്തിലെ 3ാമത്തെ ഷോറൂമാണ് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 35 സ്ഥാപനങ്ങളുള്ള തെക്കൻ കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയ ബിസിനസ് ഗ്രൂപ്പ് ആണ് രാജകുമാരി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാജകുമാരിയെ നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. രാജകുമാരി ഗ്രൂപ്പ് ബിസിനസ്സിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വലിയ ശ്രദ്ധ നൽകുകയും എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പമുള്ള സാധുക്കളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായും ഇന്നിവിടെ നടന്ന ചടങ്ങിലും അതാണ് ഞങ്ങൾ മുൻതൂക്കം നൽകിയത്. രാജകുമാരി ഗ്രൂപ്പ് 1996
ഡിസംബർ മാസമാണ് ഈ കല്ലമ്പലത്ത് ഉദയം കൊള്ളുന്നത്. 9 ചെറുപ്പക്കാരുടെ വലിയ മിഷനുമായിരുന്നു രാജകുമാരി എന്ന ഗ്രൂപ്പ്. ഇന്നിവിടെ 3ാമത്തെ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഇനാഗുറേഷനാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ സാർ നിർവഹിക്കുകയും അതിലേറെ പ്രാധാന്യത്തോടുകൂടി ഷാർജയിലെ റൂളിംഗ് ഫാമിലിയിലെ ഔക്കാഫിൻ്റെ ചെയർമാനും കൂടിയായ ഷെയ്ഖ് അബ്ദുള്ള അൽ കാസിമി അവരുടെ സാന്നിധ്യവും ബഹുമാനപ്പെട്ട MLAയും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമൊക്കെ പങ്കെടുത്ത ഒരു വലിയ ചടങ്ങായിരുന്നു. പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന 8 പേർക്ക് രാജകുമാരി ഗ്രൂപ്പിന്റെ കനിവിന് ഒരു കൈത്താങ്ങ് പദ്ധതിയിലൂടെ ധനസഹായം കൈമാറി. സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്നവരെ രാജകുമാരി ഗ്രൂപ്പിന്റെ സ്നേഹാദരവ് നൽകി. സമ്മാന നറുക്കെടുപ്പ് XMLA വർക്കല കഹാറും നിർവഹിച്ചു. നാവായിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി രവീന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു. ഉദ്ഘാടന സമയം സന്നിഹിതരായവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 5 പേർക്ക് സ്വർണ്ണവളയും സമ്മാനമായി നൽകി. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ഭാരത് വിഷൻ, കല്ലമ്പലം.